Hi all, welcome back to Coach in English. ഇന്നലെ വീഡിയോ മുഴുവൻ ചോദ്യങ്ങളും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗമാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഇതിൽ ലിറ്ററേച്ചറും ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു സെഷനാണ്. സോ ലെറ്റ്സ് ഗെറ്റ് 60 questions നമുക്ക് ഡീൽ ചെയ്യാം today. So let's get started. Okay. Beauty is truth. Truth, beauty. These lines are from Ode on a Grecian or to a Nightingale, Tintanabi, the Prelude. So it's so simple. Answer is Ode on a Grecian urn. Right. Okay. Next. The wasteland is dedicated to Ezra Pound, W.B. East, Virginia Woolf, James Joyce. വേസ്റ്റ്ലാൻഡ് ഇത് നമ്മുടെ ഡെഫിനറ്റ്ലി ഈ ഒരു ലെസൺ നമുക്ക് ഇല്ലെങ്കിൽ കൂടി ഓത്തർ നമുക്കുണ്ടല്ലോ, നമുക്ക് ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് T.S. എലിയറ്റിന്റെ. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ദ വേസ്റ്റ്ലാൻഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. എക്സ്ട്രാ പൗണ്ട് ആണ് ഉത്തരം. ഓക്കെ. ദ ഓത്തർ ഓഫ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഈസ് ദ ഓത്തർ ഓഫ് ദ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ആരാണ്? ആർച്ചർ മില്ലർ. സോ സിമ്പിൾ. ബിക്കോസ് നമ്മൾ എന്തായാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുമല്ലോ. ഓതറിന്റെ പേര്, പിന്നെ വർഷമാണ് നമുക്ക് നമ്മുടെ മൈൻഡിൽ തീരെ കിട്ടാത്തത്. വർഷം നമുക്ക് എന്തായാലും ഇൻ ഫ്യൂച്ചർ നമ്മൾ അടുത്ത ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഹു ഇസ് ദ ഓതർ ഓഫ് വെയിറ്റിംഗ് ഫോർ ഗോദോ? സാമുവൽ ബെക്കറ്റ്, ഹറോൾ പിൻഡർ, ആംസ്റ്റോപാഡ്, ജോൺ ഓസ്ബോൺ. സോ ഉത്തരം സാമുവൽ ബെക്കറ്റ്. സാമുവൽ ബെക്കറ്റ്. The Child is the Father of Man is written by Wordsworth, Blake, Keats, Arnold. 57 ആണ്. So obviously it is Wordsworth. Which novel begins with "It is the truth"? It is a truth universally acknowledged. Which novel begins with "It is a truth universally acknowledged"? Pride and Prejudice. Okay, option C, Pride and Prejudice. ഈ Pride and Prejudice നമുക്ക് ഇല്ലെങ്കിൽ കൂടി Pride and പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, ഇറ്റ് ഈസ് എ ട്രൂത്ത് യൂണിവേഴ്സലി അക്നോളജ്ഡ് എന്നുള്ള ഒരു ചോദ്യം. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ആണ്. ദ പോം ദ റോഡ് നോട്ട് ടേക്കൺ ഇസ് ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റൈറ്റ്, റോബർട്ട് ഫ്രോസ്റ്റ്. ക്യാരക്ടർ നോറ അപ്പിയേഴ്സ്. ഇത് നമ്മൾ ഉള്ളതാണ്. നോറ നമ്മുടെ സിലബസിൽ ഉള്ളതാണ്. 44ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി, എ ഡോൾസ് ഹൗസ്. ഡോൾസ് ഹൗസ്. ഓക്കെ. ഇനി ഹൂ റോട്ട് എ പാസേജ് ടു ഇന്ത്യ? ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. E.M. ഫോസ്റ്റർ ആണ്. ഫോസ്റ്റർ, E.M. ഫോസ്റ്റർ. അടുത്തത് ദ വിൻഡ് വിസ്പേർഡ്. 46. ഇതിൽ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ദ വിൻഡ് വിസ്പേർഡ്. ഹിയർ നമ്മുടെ അലിട്രേഷൻ ഉണ്ട് അല്ലേ? കോൺസണന്റ് സൗണ്ട് ഇസ് റിപ്പീറ്റിംഗ്. അപ്പോൾ ഇതിൽ ദ വിൻഡ് വിസ്പേർഡ്, വിൻഡ് വിസ്പറിംഗ്, റൈറ്റ്? സോ ഹ്യൂമൻ ക്വാളിറ്റി ഈസ് ഗിവൺ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, personification. Personification. Tiger burning bright is which poem? ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ് എങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോവാം. ഓപ്ഷൻ ബി, ദ ടൈഗർ. ദ ബ്ലൂവസ്റ്റ് ഐ വാസ് റിട്ടൺ ബൈ ടോണി മോറിസൺ. റൈറ്റ്, ടോണി മോറിസൺ. ഈ പൊതുവെ ഓതറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വളരെയേറെ, ഒരു ചോദ്യമൊക്കെ ചോദിച്ചു. ഓക്കെ, ഈ ഓതറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കുറെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദ സെക്കൻഡ് കമ്മിങ് ഇസ് ബൈ 49 W.B. ഈസ്റ്റ് ആണ് കേട്ടോ. W.B. ഈസ്റ്റ്. അടുത്തത് ദ തീം ഓഫ് ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് റിവോൾവ്സ് അറൗണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 50.
കമ്മ്യൂണിസം, കാസ്റ്റ്, ലവ് ആൻഡ് ലോസ്, പാർട്ടീഷൻ, ഫ്രീഡം സ്ട്രഗിൾ. സോ ഉത്തരം കാസ്റ്റ്, ലവ് ആൻഡ് ലോസ് ആണ്. ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നമ്മുടെ സിലബസിലുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.